ആലു ജീര ഒരു നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽ ഡിഷാണ് ഇന്ന്. ഇത് ചോറിനും ചപ്പാത്തിക്കും ബെസ്റ്റാണ്. ചായയുടെ കൂടെ വെറുതെ കഴിക്കാനും നല്ലതാണ്. ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. ഇതിലേക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ കേട്ടോ. പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് ഉരുളക്കിഴങ്ങ് തന്നെയാണ്. അത് ഞാൻ തോലോടുകൂടി ഉപ്പ് ചേർത്ത് പുഴുങ്ങി 1 ഇഞ്ച് നീളത്തിലുള്ള കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 350 ഗ്രാമോളം ഉണ്ട് കേട്ടോ. ആലു ജീരയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് ജീരകം തന്നെയാണ്. അത് ഏകദേശം 1 ടീസ്പൂണോളം തന്നെ എടുക്കണം. എരിവിന് വേണ്ടി പച്ചമുളകാണ് ഇതിലേക്ക് നമ്മൾ എടുക്കുക. ഇതിൽ കുറച്ച് പഴുത്ത മുളകും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്, ഭംഗിക്ക് വേണ്ടി മാത്രം. ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില വേണം. കുറച്ചല്ല, കുറച്ചധികം തന്നെ വേണം. ഇത് ഈ ഒരു കറിയിലേക്ക് കുറച്ച് നന്നായിട്ട് ഫ്ലേവർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കസൂരി മേത്തി, ഉലുവയില, അതും കൂടെ വേണം. വളരെ കുറച്ച് മതി, 1 ടീസ്പൂണോളം മതി. ഇതിലേക്ക് കുറച്ച് പൊടികൾ കൂടി വേണം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, ചാട്ട് മസാല 1/2 ടീസ്പൂൺ. ചാട്ട് മസാല പ്രധാന തന്നെയാണ് കേട്ടോ. ഇതിലേക്ക് ഒരു പുളിപ്പ് ചേർക്കാൻ ഇത് അത്യാവശ്യമാണ്. കിട്ടിയില്ലെങ്കിൽ മാത്രം ഒഴിവാക്കുക. ഇപ്പം കടകളിലൊക്കെ ഇത് വാങ്ങാൻ കിട്ടാനുണ്ട്. ഗരം മസാലയുടെ ലിങ്ക് മേലിൽ കാർഡിലും താഴെ ഡിസ്ക്രിപ്ഷനിലും ഇടാം കേട്ടോ. ചെക്ക് ചെയ്യണേ. നമ്മുടെ ചാനലിൽ തന്നെ ഗരം മസാലയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഇനി 1 ടീസ്പൂണോളം ഇഞ്ചി പൊടിയായി അരിഞ്ഞത്. ഇതിന്റെ പ്രിപ്പറേഷനും വളരെ ഈസിയാണ് കേട്ടോ. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. പാൻ ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ ആദ്യം തന്നെ ജീരകം ചേർത്ത് കൊടുക്കുക. ജീരകം ഏകദേശം പൊട്ടി തുടങ്ങുമ്പോഴേക്കും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയുടെ പച്ചമണം ഒന്ന് വിട്ടു വരുമ്പോഴേക്കും ജീരകം കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി തീ ഒന്ന് കുറച്ചു കൊടുക്കുക. ലോ ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കുക. ഇഞ്ചി ഒന്ന് ചെറുതായി മുരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്തതിന് ശേഷം ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമില്ല. ഒരു 10 സെക്കൻഡ് നേരം വഴറ്റിയതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. മുറിച്ചു വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ എല്ലാ രുചിയും മണവും എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് ബ്ലെൻഡ് ആവുന്നവരെ ഇളക്കി ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് ഓൾറെഡി നമ്മൾ വേവിച്ചതാണ്. ഇനി ഇതിൻ്റെ സ്കിൻ ഒന്ന് ചെറുതായി ഒന്ന് മൊരിയുന്നവരെ മാത്രം വെച്ചിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കാണാമോ? അത് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെയായിട്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചാട്ട് മസാല, ഇത് 3ഉം ചേർത്തിട്ട് നന്നായി ഇളക്കി ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഇപ്പോഴും ലോയിൽ തന്നെയാണ് കേട്ടോ. ലോയിൽ വെച്ചില്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും, അതുകൊണ്ടാണ്. ആവശ്യമെങ്കിൽ ഈ സമയത്ത് 1 ടീസ്പൂൺ ഓയിലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും ഉലുവയിലയും ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് നേരത്തെ തന്നെ പുഴുങ്ങി വെച്ചിരുന്നാൽ 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഓഫീസിലേക്ക് ക്യാരി ചെയ്യാം, വീട്ടിൽ രാത്രി ഡിന്നറിന് ഉണ്ടാക്കാം, ഉച്ചയ്ക്ക് ചോറിന് ഉണ്ടാക്കാം, വെറുതെ ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാം. എല്ലാവരും വീട്ടിലിത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ.
പുതുതായി വന്നിട്ടുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും മറക്കരുത്. പിന്നെന്താ, ലവ് യു ഓൾ. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് പറയൂ കേട്ടോ.